പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വെളിച്ചമാണ്. വെള്ളയുടെ വെളിച്ചം, വെളുപ്പിൻ്റെ വെളിച്ചം, വിശുദ്ധിയുടെ വെളിച്ചം. വെള്ളിയാഴ്ച ഏറ്റവും മഹത്വമുള്ള ദിവസമാണ്. റമദാനാകുമ്പോൾ ആ വെളിച്ചത്തിന് ശക്തി വർദ്ധിക്കുന്നു. വെളിച്ചം ഉണ്ടാകേണ്ടത് നമ്മുടെ വസ്ത്രത്തിലാണ്, നമ്മുടെ ശരീരത്തിലാണ്, അതിനേക്കാൾ കൂടുതൽ ഹൃദയത്തിലാണ്. മാലിന്യങ്ങൾ പൂർണ്ണമായി കഴുകി വൃത്തിയാക്കുമ്പോഴാണ് വസ്ത്രങ്ങൾ വെളിച്ചമുള്ളതായി മാറുന്നത്. ശരീരത്തിന് ശോഭയുണ്ടാകുന്നത് ശരീരത്തിലുള്ള അഴുക്കുകൾ കളയുമ്പോഴാണ്. ഹൃദയത്തിന് നൈർമല്യം ലഭിക്കണമെങ്കിൽ ഹൃദയത്തിലുള്ള കറകൾ കഴുകി വൃത്തിയാക്കണം. അതിന് സാധാരണ മരുന്നുകൾ കൊണ്ട് ശരീരത്തിൽ മാറ്റങ്ങൾ, വെളിച്ചങ്ങൾ സൃഷ്ടിക്കാമെങ്കിൽ സാധാരണ വസ്തുക്കൾ കൊണ്ട് ഹൃദയത്തെ ശുദ്ധിയാക്കാൻ കഴിയില്ല. അത് കഴിയണമെങ്കിൽ അതിന് അള്ളാഹു നിർദ്ദേശിച്ച മെഡിസിൻ തന്നെ ഉപയോഗിക്കണം. കാരണം മനുഷ്യന് കാണാൻ കഴിയാത്ത രൂപത്തിലാണ് ഹൃദയത്തെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. അത് രാജാവാണ്, ശരീരത്തിലെ രാജാവാണ് ഹൃദയം. രാജാവ് നന്നായാൽ പ്രജകൾ നന്നാകും. ഹൃദയം നന്നായാൽ ശരീരം നന്നായി, മനസ്സ് നന്നായി, എല്ലാം ശുഭത്തിൽ കലാശിക്കും. ആ മരുന്ന് വെള്ളിയാഴ്ചകളിൽ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു, ഖുർആൻ പാരായണത്തിലൂടെ, സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്. എന്നാൽ റമദാൻ വന്നതോടുകൂടി റമദാനിലെ വ്രതാനുഷ്ഠാനം കൊണ്ട് ഉറപ്പായി നമുക്ക് ലഭിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭംഗിയേക്കാൾ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയം വെള്ളിയാഴ്ചയിലൂടെ, റമദാനിലൂടെ നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ ടെൻഷൻ ഇല്ല. വീടില്ലാത്തവന് വീട് ഒരു വലിയ ആവശ്യമാണ്. ഭാര്യയില്ലാത്തവന് ഭാര്യ വളരെ അത്യാവശ്യമാണ്. ഏത് സന്ദർഭത്തിലാണ്, എപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക എന്ന് അറിയാത്ത നാം ഈ റമദാനിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് വ്യക്തമായ ഉറപ്പ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചത് കൊണ്ട് ദുആവിന് ഉത്തരമുള്ള വെള്ളിയാഴ്ച എന്ന പരിഗണന കൂടിയുള്ള ഈ ദിവസത്തിൽ നാം മനസ്സറിഞ്ഞ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള മെഡിസിൻ എല്ലാവരും ഉപയോഗപ്പെടുത്തണം. അതിന് വേണ്ടതെന്താണ്? ഒരു ചെറിയ ത്യാഗം നാം സഹിക്കണം. സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അതുപോലെ സാധാരണ അനുഭവിക്കുന്ന സുഖങ്ങൾ, ചിലത് റമദാനിൻ്റെ പകൽ സമയത്ത് മാറ്റിവെക്കണം. അപ്പോൾ മാത്രമേ റമദാൻ കൊണ്ടുള്ള നേട്ടം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനു വേണ്ടി നാം തയ്യാറാവുക. നമ്മുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, മതഗ്രന്ഥങ്ങൾ പറഞ്ഞു തരുന്ന നിയമങ്ങൾ, മര്യാദകൾ പാലിച്ചുകൊണ്ട് വെള്ളിയാഴ്ചകളെ നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദിവസങ്ങളായി നാം ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു വർഷത്തിൽ ഉള്ള 52 വെള്ളിയാഴ്ചകളിൽ റമദാനിലെ ആദ്യത്തെ വെള്ളി ഒന്നാമത്തേതായി സങ്കല്പിച്ച് പുതിയ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ മഹത്തായ മാസം കൊണ്ട്, ഈ മഹത്തായ ദിവസം കൊണ്ട് എല്ലാ വിജയങ്ങളും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.